മോനെ, മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. പുതിയ കാഡ്ബറി ഡയറി മിൽക്ക് ഷോട്ട്സ് 2 രൂപയ്ക്ക് 2 ലഡ്ഡു. ചാത്താ ചാത്താ, ആലിപ്പഴം പെറുക്കാൻ അതിന് നിലവറയിൽ ഒരു വലിയ നിധിയുണ്ട്. അത് മന്ത്രം കൊണ്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുക. മന്ത്രവാദിയെ തളയ്ക്കണം, നിധി കൈക്കലാക്കണം അല്ലേ? ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മാസ്റ്റർ അരവിന്ദ്, മാസ്റ്റർ സുരേഷ്, ബേബി സോണിയ, കൊട്ടാരക്കര, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. സുമംഗലി സൺഡേ സൂപ്പർ ഹിറ്റ് മൂവി സമർപ്പിക്കുന്നത് സുമംഗലി ആയുർവേദിക് ബ്യൂട്ടി മന്ത്ര. സൗന്ദര്യം കൈക്കലാക്കൂ, അഴകിന്റെ രാജകുമാരിയാവൂ. ഫ്രം ദ ഹൗസ് ഓഫ് കാമലാരി. നിന്റെ കണ്ണിലെന്താ കുരു ഇരിക്കുവാണോ? എന്താ ഇത് ചെടിച്ചട്ടിയല്ലേ? പിന്നെ അമ്മും കൂടെ വാ. ഇരുവുള്ളക്കേട് തോന്നരുത്. അങ്ങെന്തിനാണാവോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എടോ രാജൻ ഫിലിപ്പേ, തന്നെ വിളിച്ചു വരുത്തിയത് കേരളത്തിലെ മുഴുവൻ ലോട്ടറി ഏജൻസികളെയും റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വോഡഫോൺ കോമഡി സ്റ്റാർസ് സമർപ്പിക്കുന്നത് വോഡഫോൺ. 1ാം സമ്മാനം നേടുന്ന ടീമിന് കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ് കൊച്ചിയിൽ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. The all new Skoda Fabia. Now that's fab. Bajaj Mini CFL, small but powerful. New Volkswagen Vento. ഈ കയ്യടി നേടിയതേ ഏത് ഐറ്റം ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ടാണ്? ഈ ദാസേട്ടന്റെ ഫിഗർ ചെയ്യുമ്പോൾ നല്ല കയ്യടി കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ മറ്റേ നടന്മാരുടെ പരലോകം എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ഉണ്ട്. അത് ഒരു 15 നടന്മാരുടെ ശബ്ദാനുകരണം കോർത്തിണക്കി അവതരിപ്പിക്കും. അതിന് നല്ല ക്ലാപ്സ് ആണ്. പിന്നെ ഈ ഫിഗർ ഷോ വരുമ്പം ദാസേട്ടന്റെ ഫിഗർ ചെയ്യുമ്പം നല്ല ക്ലാപ്സ് ആണ്. അത് ദാസാറിന്റെ ഫിഗർ ചെയ്തിട്ട് എന്താ ചെയ്യുക? പിന്നെ എന്താ പ്രസന്റ് ചെയ്യുക? അല്ല, ഫിഗർ ചെയ്യും, പിന്നെ അത് പിന്നെ ദാസേട്ടന്റെ ശബ്ദം അനുകരിക്കുകയും ചെയ്യും. അതൊന്ന് കാണിക്കാമോ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു ഗാനമേള പരിപാടി ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജഗദീശ്വരന്റെ അനുഗ്രഹത്തോടെ ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക വേദിയിൽ വന്ന് പാടുമ്പോൾ അയാളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരാവശ്യമാണ്, നിങ്ങളുടെ കടമയാണ്. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ കോമഡി സ്കിറ്റും ചെയ്യാറുണ്ട്. പിന്നെ ശബ്ദമനുകരിച്ച് പാടുന്ന ഐറ്റം ഉണ്ട്. പിന്നെ ശബ്ദമനുകരിച്ച് പാടുക എന്ന് പറയുമ്പോൾ മെയിൽ വോയിസ് മാത്രമല്ല, ഫീമെയിൽ വോയിസും അല്ലെ ജാനകിയുടെ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതൊന്ന് കേൾപ്പിക്കാം. ജാനകി. കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടി കിടക്കുന്ന മുത്തേ, ഒട്ടി കിടക്കുന്ന മുത്തേ. 16ാമത്തെ വയസ്സിലല്ലേ ഇത് ചെയ്തു തുടങ്ങിയത്? മിമിക്രിക്ക് വയസ്സായിട്ടില്ല. 16 വയസ്സിന്റെ ആ ഒരു ഊർജം തന്നെ ഇപ്പോഴും ഉണ്ടല്ലേ? മോള് മിമിക്രി ഒക്കെ വേദികളിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടുതലും ഏതാണ് ചെയ്യാറുള്ളത്? കൂടുതലും സൗണ്ട് അനുകരിക്കുന്ന ചെയ്തിട്ടുള്ളത്. അല്ല, ഈ മൃഗങ്ങളുടെ ശബ്ദവും അല്ലെങ്കിൽ ഇപ്പൊ ട്രെയിൻഡ് അങ്ങനെ ഓരോന്ന് ആ സമയത്ത്. യൂണിവേഴ്സിറ്റി മിമിക്രി കിട്ടിയ ഐറ്റം മറ്റേ പക്ഷിമൃഗാദികളും ശബരിമലയിൽ പോകുമ്പോൾ എങ്ങനെ ശരണം വിളിക്കും? ശരി, അതൊന്ന് നമുക്ക് കേൾക്കാം. സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമി സ്വാമി സ്വാമി. കുട്ടിയാണ് കൊറേ നാളായി ചെയ്തിട്ട്. പിന്നെ ഇത് എത്ര നേരമായിരുന്നു അന്ന് കോമ്പറ്റീഷന്?
കോമ്പറ്റീഷന് 5 minutes ആയിരുന്നു. ശരി. അപ്പം ഇതിങ്ങനെ പോയി അവിടെ എത്തി അതുവരെ അങ്ങനെയാണോ? അല്ല, അതെന്ന് പറഞ്ഞാല് നമ്മളെ ഏഷ്യാനെറ്റിലെ കണ്ണാടി പ്രോഗ്രാമിന്റെ ആ അവതാരകൻ ചെയ്യുന്നത് പോലെ ഫുള്ള്. അപ്പൊ അതില് ചെറിയ ചെറിയ പാർട്ടായിട്ട് ശബരിമലയുടെ സംഭവം വന്നു. ഇത് ഈ തീം എങ്ങനെയാണ്, ആരാണ് കണ്ടുപിടിച്ചത്? അപ്പയാണ് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. കരുണാകരനും നയനാരും. കരുണാകരൻ എന്താ പറയുന്നത്? അസൂയ തോന്നുന്നു അയ്യപ്പൻ്റെ അടുത്ത് ഒരേ സീറ്റിലിരിക്കുമ്പോൾ എനിക്ക് അസൂയ. ഇങ്ങനെ എത്ര വർഷമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരേ സീറ്റിലിരിക്കുന്നില്ല, അയ്യപ്പൻ ഒരേ സീറ്റിലിരിക്കും, ഇവർക്ക് ഒരേ സീറ്റിലിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള. ശരി. അപ്പൊ ഇതിന്റെ പ്രാക്ടീസിന്റെ സമയത്തെല്ലാം അച്ഛനും മോളും കൂടെ സ്ഥിരമായിട്ട് ഗുസ്തി കൂടാറുണ്ടോ? അച്ഛൻ മോൾഡ് ചെയ്തെടുക്കുന്നത് വരെയുള്ള ഒരു സ്ട്രെയിൻ ഉണ്ട്, അതെപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. വാപ്പ അത് ഫുള്ള് ചെയ്യും, അതുപോലെ തന്നെ എന്നെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ടൈമും നോക്കണമല്ലോ, 5 minutes അതിനകത്ത് നിൽക്കണമല്ലോ അല്ലേ. ഇതല്ലാതെ വേറെ ഏതാണ് ഏതെങ്കിലും ഒരു ഐറ്റം ഒന്ന് കാണിച്ചത്? അടൂർ ഭവാനി ശബ്ദം. എന്തോന്നാടാ വിളിച്ചത്? അമ്മുമ്മയെന്നോ? കണ്ണ് കാണാൻ പറ്റാത്തതും തല നരച്ചിരിക്കുന്നതും എണ്ണയുടെ കുഴപ്പം കൊണ്ടല്ലയോ? എന്റെ മക്കളെന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി. സംഗീതം എടുത്ത് പഠിച്ച ആളാണെന്ന് മോളാണ് കേട്ടോ പറഞ്ഞത് എന്നോട്. പക്ഷെ പാട്ട് പാടൂല എന്ന് നിർബന്ധമാണ് അല്ലേ? പേടിയാണ്. പാടൂലേ? പാടും, അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുമ്പോ പാടാറുണ്ട്. ഇവിടെ ഞാൻ പാടാൻ സമയം ഇവര് കളിയാക്കുന്നുണ്ട്. കണ്ടോ? പിന്നെ എങ്ങനെയാണ് പിന്നെ വളർന്നു വരുന്ന ഒരു ഗായികയല്ലേ? ഡാൻസ് ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും തിരുവാതിര, ആന, ഒപ്പന എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും കൂടാണ് എനിക്ക് കല. രണ്ടുപേരുടെയും എല്ലാ അംശങ്ങളും അങ്ങ് മുകളിലേക്ക് കിട്ടി എന്നുള്ളതാണ് അല്ലേ? എന്നാ ശരി, അനുജയുടെ ഒരു പാട്ട് കേൾക്കട്ടെ. ഒവ്വൊരു പൂക്കളുമേ சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே நம்பிக்கை என்பது வேணும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் മനമേ ഓ മനമേ നീ മാറിവിട് മലയോ അത് പനിയോ നീ മോദിവിട്. ആദ്യം കണ്ടപ്പോ ഞെട്ടിപ്പോയി, നരച്ചു കുറച്ച് കിളവിയായോന്ന്. ഇപ്പൊ ആ പ്രശ്നമില്ല, എല്ലാത്തിനും കൂടി ഈ ഒരെണ്ണം മതി. ശ്രീധരീയം സുമംഗള, നരയ്ക്കും മുടികൊഴിച്ചിലിനും ഉത്തമ ഔഷധം. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ ജയലക്ഷ്മി ഇനി കോഴിക്കോടും. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടേണം, പത്തരമാക്കാൻ കേകാന്തി മതം സ്വർണ്ണം ചാർത്തിടേണം. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. നമ്മുടെ വീട് എവിടെയാ? Kerala's own builder presents Jayraj Spectrum. Jayraj, an ISO certified builder, creating legacies since 1959. ദീപാലങ്കാരങ്ങളാൽ വർണ്ണശോഭയാർന്ന വേദി വിട്ട് മഞ്ച് സ്റ്റാർ സിംഗേഴ്സിലെ വേനൽ തുമ്പികൾ ഈ ശിശുദിനം ആഘോഷിക്കുന്നു. ഇവരുടെ ആഘോഷങ്ങൾ ദൈവത്തിന്റെ സ്വന്തം മാലാഖമാർ താമസിക്കുന്ന മേഘത്താഴ്വരയിൽ എറണാകുളം ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റ്. മഞ്ച് സ്റ്റാർ സിംഗേഴ്സിന്റെയും വിധികർത്താക്കളുടെയും സ്നേഹസ്പർശത്തിന് അവർ പകരം തന്നത് സ്നേഹാർദ്രമായ നിഷ്കളങ്കമായ ഒരു നോട്ടമായിരുന്നു. മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ സമർപ്പിക്കുന്നത് നെസ്ലെ മഞ്ച് ഗുരു പാക്ക്. ഇത്രയും വലിയ മഞ്ച് വെറും 10 രൂപയ്ക്ക്. ഫ്ലെയർ എയർലൈൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, എവറി ക്രിയേഷൻസ് എ ന്യൂ സിംഫണി. അവതാര ലക്ഷ്യം പൂർത്തിയാക്കി സർവാഭരണ വിഭൂഷിതനായി മണികണ്ഠകുമാരൻ ശബരിമലയിൽ കുടികൊണ്ടു. കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച മകൻ നഷ്ടപ്പെട്ടപ്പോൾ
രാജശേഖര മഹാരാജാവ് തീരാ ദുഃഖത്തിലായി. പുത്രവിയോഗത്തിൽ മനം നൊന്ത് മഹാറാണി നാളുകൾ തള്ളി നീക്കി. ത്രേതായുഗത്തിലെ ഭരതനെ പോലെ രാജരാജകുമാരൻ വിഷാദത്തിലായി. മാനവരാശിയുടെ നാശം ലക്ഷ്യമാക്കി കൊടുങ്കാറ്റ് പോലെ കലിദേവൻ ഉഗ്രമൂർത്തിയാകുന്നു. ഭഗവൽ നാമ സങ്കീർത്തനം ജീവിതവ്രതമാക്കിയ ഭക്തർക്കുമേൽ കലിപീഡ ആരംഭിക്കുമ്പോൾ കലിയുഗധർമ്മം നിറവേറ്റാനായി ഭക്തവത്സലനായ ഭഗവാൻ വീണ്ടും അവതരിക്കുന്നു. ജോസ്കോ ജുവലേഴ്സ് അവതരിപ്പിക്കുന്നു സ്വാമി അയ്യപ്പൻ ശരണം. സമർപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുവലറി ഗ്രൂപ്പായ ജോസ്കോ ജുവലേഴ്സ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഉമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, മോനും നല്ല ആർട്ടിസ്റ്റാണ്, കൊച്ചുമോളും നല്ല ആർട്ടിസ്റ്റാണ്. ആരാണ് കൂടെ നല്ലത്? നല്ല ആർട്ടിസ്റ്റ് ആരാണ്? കൂടുതൽ മിടുക്കുള്ള ആരാണ്? ആണോ? കൊച്ചുമോക്കല്ലേ? സാധാരണ ഉമ്മമാര് പറയണ തിരിച്ചാണ് കേട്ടോ. കൊച്ചുമോക്കായിരിക്കും എപ്പോഴും സർട്ടിഫിക്കറ്റ് കൊടുക്കുക. മകനെ കഴിഞ്ഞിട്ടേ ഉള്ളു അല്ലേ ആരും? മകൻ നല്ല മിടുക്കനാണ്. ഇപ്പം അമ്പലപ്പറമ്പുകളിലായിരുന്നു തുടക്കം എന്ന് പറഞ്ഞു. ഒരുപാട് ഉത്സവവേദികളിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട്, വെളിയിൽ പോയി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം സാധ്യതയുള്ളത് എവിടെ? ഓപ്പൺ എയറിൽ ചെയ്യുമ്പോഴാണോ മിമിക്രിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്? ഓപ്പൺ എയറിൽ ചെയ്യുമ്പോഴാണോ അതോ അകത്ത് ചെയ്യുന്നതാണോ, ഹാളിൽ ചെയ്യുന്നതാണോ? ഓപ്പൺ എയർ ആണ്. ഉത്സവ നല്ല